നമസ്കാരം. തൈറോയ്ഡ് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ തൈറോയ്ഡുമായി റിലേറ്റഡായ വീഡിയോസ് കൂടുതൽ ഇടാൻ ഞാൻ നിർബന്ധിതയായി തീർന്നിരിക്കുകയാണ്. കാരണം അതുമായി ഒരു ദിവസം വരുന്ന രോഗികളിൽ 70-75% തൈറോയ്ഡ് ഉള്ളവരാണ്. ഓരോ വീടുകളിലും നോക്കിക്കഴിഞ്ഞാലോ തൈറോയ്ഡ് ടാബ്ലറ്റ്സ്, തൈറോക്സിൻ ടാബ്ലറ്റ് കഴിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും തൈറോയ്ഡ് രോഗത്തിന് അടിമയാണ്. അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ജീവിത രീതിയിലും നമ്മുടെ ഭക്ഷണ രീതിയിലും ഉണ്ടായ കുറേ മാറ്റങ്ങൾ ഇതിന് തീർച്ചയായും കാരണക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഈ തൈറോയ്ഡ് രോഗങ്ങൾ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം. പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സിലൂടെ തൈറോയ്ഡ് രോഗങ്ങൾ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റും. അതിൽ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. അതിന് സർജറി ചെയ്ത് തൈറോയ്ഡ് മാറ്റുകയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചികിത്സകൾ എടുക്കുകയും വേണം. ബാക്കിയുള്ള എല്ലാ രോഗങ്ങളും, ഹൈപ്പോ തൈറോയിഡിസം ആവട്ടെ, ഹൈപ്പർ തൈറോയിഡിസം ആവട്ടെ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആവട്ടെ, നോഡുലാർ ഗോയിറ്റർ ആവട്ടെ, ഇവയെല്ലാം തന്നെയും നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ 3 സ്റ്റെപ്സ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഫോളോ ചെയ്താൽ മാറ്റി നിർത്താൻ പറ്റും. തൈറോയ്ഡ് രോഗങ്ങൾ പൂർണ്ണമായി മാറ്റി നിർത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഈ സ്റ്റെപ്സ്? നമ്പർ 1, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്നും എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. വാട്ട് ഓൾ പ്രോഡക്ട്സ് ഷുഡ് അവോയ്ഡ് ഇൻ ഡെയിലി ലൈഫ്. ഇതിപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അത് അക്കമിട്ട് നിരത്തി നമുക്കിപ്പോൾ പറയാം. നമ്പർ 1, റിഫൈൻ പ്രോഡക്ട്സ്. എപ്പോഴും ഞാൻ പറയാം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റണം. എന്തുകൊണ്ടാണ്? സംസ്കരണം എന്ന് പറയുമ്പോൾ 60 കെമിക്കൽ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഈ സംസ്കരണത്തിലുള്ള ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരം ഈ പ്രകൃതിയുടെ ഒരു വരദാനമാണ്, പ്രകൃതിയുടെ ഒരു ഉപോൽപ്പന്നമാണ്. നമ്മൾ ക്ലോണിങ്ങിലൊന്നും വന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് നിറയെ എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ജീൻസാണ്, പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീൻസാണ്. അപ്പോൾ അതിന് ഈ കെമിക്കൽ കണ്ടൻസ് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് അങ്ങോട്ട് ഉള്ളിൽ ചെന്നാൽ എങ്ങനെ ഇരിക്കും? അത് എതിരായിട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് പ്രധാനപ്പെട്ട റിഫൈൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിൽ, സംസ്കരിച്ച എണ്ണ, റിഫൈൻഡ് സോൾട്ട്, സംസ്കരിച്ച ഉപ്പ്, റിഫൈൻഡ് റൈസ്, പോളിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ അരി, വെളുത്ത അരി, അതുപോലെ റിഫൈൻഡ് ഫ്ലോർ, നമുക്ക് മൈദ, പഞ്ചസാര, പിന്നെ റിഫൈൻഡ് ഷുഗർ പഞ്ചസാര, വെളുത്ത പഞ്ചസാര, വെളുത്ത മൈദ, അതുപോലെ മൈദ മാത്രമല്ല മറ്റുള്ള അനുബന്ധമായിട്ട് അതിനോടൊപ്പമുള്ള മൈദ, ബ്രെഡ്, പൊറോട്ട, പാസ്ത, ചൈനീസ് നൂഡിൽസ്, അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെയും അതിനകത്ത് വരും. അതെല്ലാം റിഫൈൻഡ് ആണ്. ബേക്കറിയിലിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും റിഫൈൻഡ് ആണ്. അപ്പോൾ അതോടൊപ്പം റിഫൈൻഡ് സോൾട്ട്, ഉപ്പ് നമുക്കതിന് പകരം നമ്മൾ നാച്ചുറൽ, അത് അടുത്ത സ്റ്റെപ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു റിഫൈൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അതോടൊപ്പം രണ്ടാമത്തത്, ഈ ഒഴിവാക്കേണ്ടതിൽ 3-4 ഘടകങ്ങളുണ്ട്. അതിൽ നമ്പർ 1 ആണ് ഇപ്പോൾ റിഫൈൻ പ്രോഡക്ട്സ്. രണ്ടാമതുള്ളത് ഡയറി പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സും. മിൽക്ക് എന്ന് പറയുമ്പോൾ പാല്, കൗസ് മിൽക്കാണ്, പശുവിൻ്റെ പാല്. പശു ഒരു ഡിഫറെൻറ്റ് സ്പീഷീസാണ്. അത് നമ്മളുടെ ശരീരത്തിന് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. നമ്മുടെ ശരീരത്തിന് എന്താ വേണ്ടത്? തേങ്ങാപ്പാലും അങ്ങനെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം അമ്മയുടെ മുലപ്പാലുമാണ് നമ്മൾക്ക് വേണ്ടത്. തൈര്, മോര്, അതുപോലെ ചീസ്, വെണ്ണ, ഇവയെല്ലാം തന്നെ പാലിൻ്റെ ഗ്രൂപ്പിലുള്ള മിൽക്ക് പ്രോഡക്ട്സ് ആണ്. അവയും നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. റിഫൈൻ പ്രോഡക്ട്സ് കഴിഞ്ഞു, പാലുൽപ്പന്നങ്ങളും കഴിഞ്ഞു. അടുത്തത് ഡയറി പ്രോഡക്ട്സ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ പാലുൽപ്പന്നങ്ങളും. മൂന്നാമതുള്ളത് ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഫുഡ്സാണ്. ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഫുഡ്സിൽ നമ്പർ 1 ആയിട്ടുള്ളത് ഗോതമ്പ്, മൈദ, അതുപോലെ തന്നെ ഉള്ള ഗോതമ്പിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും ഉണ്ട്. റവയുണ്ട്, അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പുണ്ട്, അതുപോലെ റസ്ക് വരും, ബിസ്ക്കറ്റ് വരും, ബ്രെഡ് വരും, അതുപോലെ ഈവൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെയും ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഉള്ളതാണ്. അത് നമുക്ക് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ അടുത്തതാണ്, അപ്പോൾ എന്തൊക്കെയായി? റിഫൈൻഡായി, അതുപോലെ തന്നെ ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ആയി, പാലുൽപ്പന്നങ്ങളുമായി. ഇതെല്ലാം നിങ്ങളൊന്ന് എഴുതിയെടുത്ത് അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ വളരെ വ്യത്യാസം ഉണ്ടാവും.
പിന്നെ അടുത്തത് സോയ പ്രോഡക്ട്സും അതുപോലെ ചോളമില്ലേ, നമ്മുടെ കോൺ പ്രോഡക്ട്സും കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ഈ തൈറോക്സിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങൾ അതിലുണ്ട്. അതെന്ന് വെച്ചാൽ തൈറോക്സിന് ഡയറക്റ്റായിട്ടല്ല, തൈറോക്സിൻ ഫോർമേഷൻ ആവശ്യമായ അയഡിൻ്റെ ആഗീകരണത്തെ ചെറുത്ത് നിർത്തുന്ന ചില സാധനങ്ങൾ. നമുക്ക് നല്ലോണം ആഗീകരണം വേണം ശരീരത്തെങ്കിൽ മാത്രം ആ അയഡിൻ ഏറ്റവും പ്രധാനമാണ്. തൈറോക്സിൻ ഹോർമോണിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു മിനറലാണ്, അതിന് വേണ്ട മിനറലാണ് അയഡിൻ. അപ്പോൾ ഈ അയഡിൻ നമുക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സോയ പ്രോഡക്ട്സും ഇതൊക്കെ ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഒഴിവാക്കേണ്ട ഒരു ലിസ്റ്റ്, മെയിനായിട്ട് ഒരു 4 ഇൻഗ്രീഡിയൻസ്. ഇനി അടുത്തത് പകരം നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പകരം നമ്മൾ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതിന് പകരമായിട്ട്. നമ്പർ 1, നല്ല തവിടുള്ള അരി തന്നെ, ഓർഗാനിക് ആയിട്ടുള്ള അരി നോക്കുക. എല്ലാം ഏറ്റവും ക്യാപിറ്റലായിട്ട് ഞാൻ പറയുന്നത് ഓർഗാനിക് ഭക്ഷണങ്ങൾ വേണമെന്നുള്ളതാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, പറ്റുന്നത് പോലെ ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, എങ്കിൽ കൂടിയും പറ്റുന്ന അത്രയും നമ്മൾ വാങ്ങി കഴിക്കാൻ നോക്കുക. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള റൈസ് വാങ്ങുക, തവിടുള്ള നല്ല അരി വാങ്ങുക. അതാണ് ആദ്യത്തത്. രണ്ടാമത്തെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ, തേങ്ങ, അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ആട്ടിയ വെളിച്ചെണ്ണ. റിഫൈൻഡ് ഓയിലിൻ്റെ പുറകെ പോകരുത്, വലിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന് പകരം ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ദൈനംദിന ഭക്ഷണത്തിന് ഉൾപ്പെടുത്തേണ്ടത്. അതോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കണം. അത് മൂന്നാമത് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ പറഞ്ഞ ഫ്ലോറിന് പകരം നമുക്ക് ഉപയോഗിക്കേണ്ടത് അരിയുടെ മാവ് അല്ലെങ്കിൽ മില്ലറ്റ്സ് ഉപയോഗിക്കാം. മില്ലറ്റ്സിൽ ഗ്ലൂട്ടൻ ഇല്ല, ഗ്ലൂട്ടന് ഫ്രീ ആയിട്ടുള്ള അരിയും അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ വീറ്റും കിട്ടാറുണ്ട് ഇപ്പം. അത് എമ്മർ വീറ്റ് എന്ന രീതിയിൽ മില്ലർ ഷോപ്പിൽ അവൈലബിൾ ആണ്, അത് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് മേടിക്കാറുണ്ട്. അതിൽ ഗ്ലൂട്ടൻ കണ്ടൻറ്റ് വളരെ കുറവാണ്, കാരണം അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വീറ്റല്ല, അതുകൊണ്ടാണ് ഗ്ലൂട്ടൻ കണ്ടൻറ്റ് കുറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. ബാർലിയും അധികം ഉപയോഗിക്കേണ്ട തൈറോയ്ഡ് രോഗികൾ. അപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ആവശ്യമായത് നല്ല പ്രോട്ടീനാണ്. നല്ല പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി നമ്മൾ മത്സ്യം ഉപയോഗിക്കാം, അത് നല്ല ചിക്കൻ ഉപയോഗിക്കാം, മുട്ട ഉപയോഗിക്കാം. അപ്പം വെജിറ്റേറിയൻസിന് അതിന് പകരം പൾസസ്, നിറയെ കടല പയർ വർഗ്ഗങ്ങൾ ധാരാളം ഉപയോഗിക്കാം. നല്ല നട്ട്സും സീഡ്സും അതെല്ലാവർക്കും വേണം. ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം, വാൽനട്ട്സ്, കപ്പലണ്ടി ഉപയോഗിക്കാം, പിസ്ത ഉപയോഗിക്കാം, വാൽനട്ട്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സീഡ്സിൻ്റെ ഗ്രൂപ്പിൽ പംകിൻ സീഡ്, മെലൺ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ഇവയെല്ലാം നമുക്ക് ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇതെല്ലാം ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ അതിന് വേണ്ട മാഗ്നീഷ്യവും സെലീനിയവും ഒക്കെ നമ്മുടെ തൈറോക്സിൻ ഫോർമേഷൻ ആവശ്യമാണ്. അതൊക്കെ കിട്ടണമല്ലോ. പിന്നെ കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് നല്ല ഭക്ഷണമെന്ന് പറയുന്നത് മഷ്റൂംസ് നല്ലതാണ്. അതുപോലെ അവക്കാഡോ എന്ന് പറയുന്ന ബട്ടർ ഫ്രൂട്ട്, മഷ്റൂംസ് എന്ന് പറയുന്ന കൂണുകൾ, ഇവയൊക്കെ ഒരു പരിധിക്ക് മുകളിലേക്ക് നമുക്ക് വാങ്ങിക്കഴിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പം സാധാരണ ഇതുപോലെ മഞ്ഞളിൻ്റെ ഉപയോഗം നല്ലത് തന്നെയാണ്. നല്ല മഞ്ഞൾ ഉപയോഗിക്കുക. അല്ല കളറ് ചേർത്ത മഞ്ഞളല്ല, നമ്മൾ വീട്ടിൽ ഉള്ള ഉണക്കമഞ്ഞൾ പൊടിച്ച് എടുക്കുന്നത്, ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. പാലിന് പകരം തേങ്ങാപ്പാൽ, ബദാം പാൽ ഏറ്റവും നല്ലത്. കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 2 സ്റ്റെപ്സ് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ളത് ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് തൈറോയ്ഡ് രോഗികൾക്ക് ആവശ്യം കഴിക്കേണ്ട ചില ഡയറ്റ് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഡയറ്റ് സപ്ലിമെൻറ്റ്സിൻ്റെ രൂപത്തിൽ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെലീനിയം ബ്രസീൽ നട്ട്സിലുണ്ട്. സെലീനിയം ഏറ്റവും അത്യാവശ്യമാണ് തൈറോക്സിൻ ഫോർമേഷന്. അപ്പോൾ അത് ശരിക്കും ബ്രസീൽ നട്ട്സിൽ വളരെയധികം ഉണ്ട്. അപ്പോൾ സെലീനിയം അല്ലാതെ തന്നെ ഇപ്പം നാച്ചുറലായിട്ട് ഡയറ്റ് സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനൊക്കെ മുകളിലാണ് സ്പൈറുലിന ക്യാപ്സ്യൂൾ. അതിനകത്ത് ഈ തൈറോക്സിൻ ഫോർമേഷന് ആവശ്യമായ അയഡിൻ്റെ കലവറയാണ്. അത് സീ ആൽഗ എന്ന് പറയും, കടലിലുള്ള ഒരു പായലാണ്. അപ്പോൾ അത് നല്ലോണം ക്യാപ്സ്യൂൾ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് സ്പൈറുലിന ക്യാപ്സ്യൂൾസ്. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമാണ് കുർക്കുമിൻ, മഞ്ഞളിനകത്തിരിക്കുന്ന ഹൈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് വളരെ എഫക്റ്റീവാണ് തൈറോക്സിൻ ഫോർമേഷനും
തൈറോക്സിൻ്റെ ഇൻഫ്ലമേഷൻ മാറ്റാനും ഒക്കെ ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ക്യാപ്സ്യൂൾ കുർക്കുമിൻ 2 നേരം കഴിക്കാവുന്നതാണ്. പിന്നെ ബ്ലാക്ക് സീഡ് ഓയിൽ എന്ന് പറയുന്ന കരിഞ്ജീരകത്തിനകത്തിരിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് തൈമോക്വിനോൺ. അവയും രാവിലെ 1 രാത്രി 1 നമുക്ക് ഇതിനു വേണ്ടി കഴിക്കാവുന്നതാണ്. പിന്നെ ഈ സിങ്കും സെലീനിയവും മാംഗനീസും മഗ്നീഷ്യവും അങ്ങനെ ജസ്റ്റ് ഒരു മിനറൽ ഫോമിൽ തന്നെ ഇപ്പം അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ അത് കഴിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ നട്ട്സും സീഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പം അതിൻ്റെ ഏകദേശം അളവ് നമ്മുടെ ശരീരത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം വേണമെന്നില്ല. പിന്നെ ഏറ്റവും മുകളിലുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ. ദാറ്റ് ഇസ് എ മസ്റ്റ്. അത് ശരിക്ക് ഈ തൈറോയ്ഡ് പേഷ്യൻസ് എല്ലാ ദിവസവും ഒരു 5 ml മുതൽ 15 ml വരെ ദിവസവും 2 നേരമായിട്ട് 15 ml രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുക. അല്ലെങ്കിൽ 15 ml രാവിലെയും രാത്രിയുമായിട്ട് കഴിക്കാം. അത് 1 ടേബിൾ സ്പൂൺ വെച്ച് വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യമൊക്കെ വയറിന് പിടിക്കില്ല. ഓയിലല്ലേ, എണ്ണ കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വയറിന് ഒരു വേദന വരികയും ഇളകി പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും ഇത് ആദ്യമൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ മതിയാവും. 5 ml വെച്ച് 3 നേരം കഴിഞ്ഞ് അതിൻ്റെ അളവ് നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. അത് എപ്പോഴും ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ നോക്കി വാങ്ങണം. കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇപ്പോൾ പലരും ചോദിക്കും, നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ പോരെ മാഡം എന്ന് ചോദിക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊരു ഹോട്ട് പ്രസ്ഡ് ആണ്. അതിനകത്ത് ഒത്തിരി പോളിഫിനോൾസ്, അതിൻ്റെ അകത്തുള്ള നല്ല ആൻറ്റി ഓക്സിഡൻസ് കുറേ നഷ്ടപ്പെടും. അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അംശവും കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ കോൾഡ് പ്രസ്ഡ് മേടിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഉണ്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നോക്കി വാങ്ങിയാലും മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ചു പോയാൽ ഒഴിവാക്കേണ്ടവ, കഴിക്കേണ്ടവ, ഡയറ്റ് സപ്ലിമെൻറ്റ്സ്, ഈ 3 സ്റ്റെപ്സിലൂടെ നമ്മളുടെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഒരു പരിധി വരെ. പിന്നെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതിനൊക്കെ മുകളിലാണ്. ഇത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, അത് കട്ടിയായിട്ടിരിക്കും, വളരെ ഹാർഡായിരിക്കും. നിങ്ങൾ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാർഡായിട്ടിരിക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് തീർച്ചയായും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹോസ്പിറ്റലിൽ പോവുക, അത് FNAC അല്ലെങ്കിൽ ഒരു ബയോപ്സി എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, അത് റിമൂവ് ചെയ്യണം. ദെൻ ആൻഡ് ദെയർ റിമൂവ് ചെയ്യുക, അടുത്ത ട്രീറ്റ്മെൻറ്റ്സും തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലേക്ക് വരേണ്ട ഒരാവശ്യം ഉള്ളതാണ്. അതിനാണ് FNAC എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തൈറോയ്ഡ് രോഗങ്ങൾ കുറയ്ക്കാനും തൈറോക്സിൻ ഗുളികകൾ വിഴുങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് എനിക്ക് എൻ്റെ ചികിത്സയിലൂടെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.